Next problem. A line CD has length 80 mm and is inclined 30 degree to HP and 45 degree to VP. The point C is 15 mm above HP and 10 mm in front of VP. Draw the projections of the line and find the length of elevation and plan and their inclination and the traces. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എ ലൈൻ സി ഡി. അപ്പോൾ സി ഡി എന്ന് പറയുന്ന ഒരു ലൈനിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കത് എഴുതി വെക്കാം. സി ഡി എന്നുള്ള ലൈനാണ്. ഹാസ് ലെങ്ത് 80 mm എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രൂ ലെങ്ത് ആണ് 80. എലിവേഷൻ്റെയോ പ്ലാൻ്റെയോ ലെങ്ത്ത് തരികയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയും. ലെങ്ത് ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് പ്ലാൻ, ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ, ആ രൂപത്തിലൊക്കെ പറയുമ്പോഴാണ് എലിവേഷൻ്റെയും പ്ലാൻ്റെയും ഒക്കെ ലെങ്ത് ആവുക. അതൊന്നും പറയാതെ എ ലൈൻ ഹാസ് ലെങ്ത് 80 mm എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ ലെങ്ത് ആണെന്ന് മനസ്സിലാക്കണം. സോ സി ഡി എന്ന് പറയുന്ന ലൈനിൻ്റെ ട്രൂ ലെങ്ത്ത് 80 mm ആൻഡ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു എച്ച് പി ആൻഡ് 45 ഡിഗ്രി ടു വി പി എന്ന് പറയുമ്പോൾ അത് ട്രൂ ലെങ്ത്തിൻ്റെ ഇൻക്ലിനേഷൻസ് ആണ്, ട്രൂ ഇൻക്ലിനേഷൻസ് ആണ്. അതല്ലാതെ എലിവേഷൻ്റെയോ പ്ലാൻ്റെയോ ആംഗിൾ അല്ല. ട്രൂ ഇൻക്ലിനേഷനാണ് ഇത് രണ്ടും. കാരണം ഒരു ലൈനിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഇൻക്ലിനേഷനും പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം. തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, എച്ച് പിയുമായിട്ടുള്ള ആംഗിൾ തീറ്റ എന്നെടുക്കുന്നു, വി പിയുമായിട്ടുള്ള ആംഗിൾ ഫൈ എന്നെടുക്കുന്നു. ഫൈ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ദ പോയിൻറ്റ് സി ഈസ്, അപ്പോൾ ഈ ലൈനിൻ്റെ ഒരു എൻഡിനെ കുറിച്ച് പറയാണ്. പോയിൻറ്റ് സി ഈസ് 15 mm എബോവ് എച്ച് പി. 15 എബോവ് എച്ച് പി. എബോവ് എച്ച് പി എന്ന് പറയുമ്പോൾ മുകൾ ഭാഗത്ത് എക്സ് വൈ ലൈനിൻ്റെ മുകൾ ഭാഗത്താണ്. അത് ഡാഷുള്ള രൂപത്തിലാണ് എഴുതുക, എച്ച് പിയുമായി ബന്ധപ്പെട്ട അളവായതുകൊണ്ട്. ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ അത് താഴെയാണ് വരിക. വി പിയുമായിട്ട് ബന്ധപ്പെട്ട അളവായതുകൊണ്ട് ഡാഷ് ഇല്ലാത്ത രൂപത്തിലാണ് അതിനെ കാണിക്കുക. ശരി, അപ്പോൾ നമുക്ക് എക്സ് വൈ ആക്സ് വരക്കാം. ഈ എക്സ് വൈ ആക്സൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചങ്ങ് നീളത്തിൽ വരയ്ക്കുക. കാരണം ട്രേസൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ചധികം നീളം വേണ്ടി വരും. എപ്പോഴും നമ്മൾ എക്സ് വൈ ആക്സൊക്കെ വരയ്ക്കുന്ന സമയത്ത് കുറച്ചധികം ലെങ്ത്തിലങ്ങ് വരച്ചിടുക. സോ ദിസ് ഈസ് ദി എക്സ് വൈ ആക്സിസ്. നമുക്കതിനെ എക്സ് വൈ എന്ന് മാർക്ക് ചെയ്യാം. ഇനി ലൈന് വരച്ചു തുടങ്ങുമ്പോൾ ഈ എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് തുടങ്ങരുത്. കാരണം ട്രേസൊക്കെ മാർക്ക് ചെയ്യാണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ അവിടെ സ്ഥലമില്ലാത്തൊരു പ്രശ്നം വരും. അപ്പോൾ കുറച്ചൊരു സ്ഥലം വിട്ടിട്ട്, ട്രേസൊക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടെയുള്ള സ്ഥലം കണ്ട് കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം വരയ്ക്കാൻ. സോ സി എന്നുള്ള പോയിൻറ്റിനെ കുറിച്ച് എന്താ പറഞ്ഞത്? 15 mm എബോവ് എച്ച് പി എന്നല്ലേ. അപ്പോൾ സി 15 mm എബോവ് എക്സ് വൈ ആക്സിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാനിവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ദിസ് ഈസ് 15 mm എബോവ് എച്ച് പി. സോ ദിസ് ഈസ് 15 എബോവ് എച്ച് പി ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. താഴേക്ക് 10 mm. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 10 mm മാർക്ക് ചെയ്യണം. സോ 10 mm താഴേക്ക് മാർക്ക് ചെയ്യുക. ഈ എബോവ് എച്ച് പി, എച്ച് പിയുമായിട്ട് ബന്ധപ്പെട്ട അളവ് 15 mm എബോവ് എച്ച് പി, അത് ഡാഷുള്ള രൂപത്തിൽ. അപ്പോൾ സി ഡാഷ് ഡി ഡാഷിൻ്റെ സി ഡാഷാണ് ഇവിടെ വരിക. ആദ്യത്തെ പോയിൻ്റ് മാർക്ക് ചെയ്തു. 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ളത് അത് സി എന്നുള്ള രൂപത്തിൽ മാർക്ക് ചെയ്തു. അപ്പോൾ സി ഡാഷ് ആയി, സി ആയി. ഇനി എന്താണ് തന്നിട്ടുള്ളത്? ഈ ലൈനിൻ്റെ ഇൻക്ലിനേഷനാണല്ലേ, ട്രൂ ഇൻക്ലിനേഷനാണ്. അപ്പോൾ ട്രൂ ലെങ്ത് ആണ് ഇനി നമുക്ക് വരയ്ക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു എച്ച് പി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈന് വരയ്ക്കുന്നു. എന്നിട്ട് 30 ഡിഗ്രിയിലാണ് നമുക്ക് ലൈന് പോകുന്നത്. സി ഡാഷ് ഡി ഡാഷ് പോകുന്നത് 30 ഡിഗ്രിയിലാണ്. എങ്ങനെയാണ് സി ഡാഷ് ഡി ഡാഷ് 30 ഡിഗ്രി മനസ്സിലായി? കാരണം എച്ച് പിയുമായിട്ടുള്ള ആംഗിൾ തന്നു, തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. എച്ച് പിയുമായിട്ടുള്ള ആംഗിൾ സി ഡാഷ് ഡി ഡാഷിൻ്റെ ആംഗിളാണ് വരിക, മുകൾ ഭാഗത്തുള്ള ആംഗിൾ. സോ ഇവിടെ നമ്മൾ 30 ഡിഗ്രി എടുക്കുന്നു. എന്നിട്ട് 30 ഡിഗ്രിയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കണം? ട്രൂ ലെങ്ത്ത് തന്നിട്ടുണ്ടല്ലോ, 80 mm അല്ലേ. അപ്പോൾ ഈ 30 ഡിഗ്രിയിലൂടെ വരയ്ക്കുന്ന ഈ ലൈനിൻ്റെ ലെങ്ത്ത് 80 mm ആയിരിക്കും. അത് തിക്ക് ലൈനായിട്ട് വരയ്ക്കുക, കാരണം അത് ശരിക്കുള്ള ലൈനാണല്ലോ. സോ തിക്ക് ലൈനായിട്ട് 80 mm ലൈൻ വരച്ചു. ആ പോയിൻ്റ്
D1 ഡാഷ് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. D1 ഡാഷ്. അപ്പോൾ C-D1 ഡാഷ് എന്നുള്ളത് ട്രൂ ലെങ്ത് ആണ്. അത് 80 mm നമ്മൾ വരച്ചത്. അതിൻ്റെ ആംഗിൾ എത്രയാണ് നമ്മൾ എടുത്തത്? 30 ഡിഗ്രി എടുത്തു. ഇനി ഇതേപോലെ നമുക്ക് താഴെയും വരച്ചൂടെ, പ്ലാൻ വരച്ചൂടെ? ആ ഭാഗത്ത് ട്രൂ ലെങ്ത്ത് 45 ഡിഗ്രിയിലാണ് കിടക്കുന്നത്. ട്രൂ ലെങ്ത് ആണ് 45 ഡിഗ്രിയിൽ കിടക്കുന്നത്. കാരണം അവിടെ നമുക്ക് പറഞ്ഞു 80 mm ലെങ്ത് ഉള്ള ഒരു ലൈന് 45 ഡിഗ്രി ഇൻക്ലൈനാണ് വി പിയുമായിട്ട്. അപ്പോൾ അത് ട്രൂ ലെങ്ത്തിൻ്റെ ഇൻക്ലിനേഷനാണ്. അപ്പോൾ ട്രൂ ലെങ്ത്താണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതിനാദ്യം എന്ത് ചെയ്യണം? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. നേരത്തെ ചെയ്ത പോലെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് 45 ഡിഗ്രിയിൽ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഡിഗ്രിയിൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് അതിലൂടെ ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ ലെങ്ത്തും എത്ര തന്നെയായിരിക്കും? 80 തന്നെ ആയിരിക്കില്ലേ? കാരണം ട്രൂ ലെങ്ത് എന്ന് പറയുമ്പോൾ താഴെയാണെങ്കിലും മേലെയാണെങ്കിലും ഒക്കെ സെയിം ലെങ്ത് ആയിരിക്കും. സോ ഇവിടെയും 80 mm. സോ ഇതും 80. ഇവിടെ നമുക്ക് D1 എന്ന് മാർക്ക് ചെയ്യാം. പ്ലാൻ ആയതുകൊണ്ട് ഡാഷ് ഉണ്ടാവില്ല. സോ C-D1, മുകൾ ഭാഗത്ത് C-D1 ഡാഷ്. ഇനി ഇതിൻ്റെ എലിവേഷനും പ്ലാനും വരയ്ക്കണം. അത് വളരെ സിമ്പിളല്ലേ? നമുക്കിതിൻ്റെ ലോക്കസ് മാർക്ക് ചെയ്യാം. താഴെ ഭാഗത്തും മുകൾ ഭാഗത്തും ലോക്കസ് മാർക്ക് ചെയ്യാം. ലോക്കസ് ഈ രൂപത്തിൽ മാർക്ക് ചെയ്യാം. ഈ താഴെ ഭാഗത്തുള്ള ലോക്കസിനെ M എന്നും മുകൾ ഭാഗത്തുള്ള ലോക്കസിനെ M' എന്നും മാർക്ക് ചെയ്യാം. സോ ഇവിടെയും നമുക്ക് ലോക്കസ് മാർക്ക് ചെയ്യണം. സോ ദിസ് ഈസ് M'. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രൂ ലെങ്ത്തിൻ്റെ എലിവേഷനും പ്ലാനും വരയ്ക്കുക? നമുക്കാദ്യം പ്ലാൻ വരയ്ക്കാം. പ്ലാൻ വരയ്ക്കുമ്പോൾ ഇവിടെയല്ലേ പ്ലാൻ വരിക? അപ്പോൾ മുകളിൽ നിന്ന് ഈ എലിവേഷൻ്റെ ഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത്. എപ്പോഴും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തുടങ്ങും. ട്രൂ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും ട്രൂ ലെങ്ത്ത് തന്ന് എലിവേഷനോ പ്ലാനോ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും എവിടെയാണോ നമുക്ക് വരയ്ക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുക. ഇപ്പോൾ എനിക്കിവിടെ പ്ലാനാണ് കിട്ടേണ്ടതെങ്കിൽ ഈ ട്രൂ ലെങ്ത്തിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് തുടങ്ങണം. സോ ആദ്യം ട്രൂ ലെങ്ത്തിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലറാണ് വരയ്ക്കുക. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ പ്ലാനിൻ്റെ അടിഭാഗം വരെ. നമ്മൾ കഴിഞ്ഞ ഡ്രോയിങ്ങിൽ മനസ്സിലാക്കി എലിവേഷനോ പ്ലാനോ തന്നിട്ട് അതിൽ നിന്ന് ട്രൂ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ആദ്യം ആർക്കാണ് വരയ്ക്കുക, പിന്നെയാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇത് നേരെ തിരിച്ചാണ്. ഇവിടെ ട്രൂ ലെങ്ത്ത് ആണ് തന്നത്, എന്നിട്ട് എലിവേഷനും പ്ലാനുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ട്രൂ ലെങ്ത്ത് ആണ് ആദ്യം തന്നത്, അതുകൊണ്ട് ആദ്യം പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. ട്രൂ ലെങ്ത്ത് തന്ന് എലിവേഷനും പ്ലാനും കാണണമെങ്കിൽ ആദ്യം പെർപെൻഡിക്കുലർ പിന്നെ ആർക്ക്. എലിവേഷനോ പ്ലാനോ തന്ന് ട്രൂ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം ആർക്ക് പിന്നെ പെർപെൻഡിക്കുലർ. ഈ ആർക്കാണ് നിങ്ങൾ ആദ്യം വരയ്ക്കുന്നുണ്ടെങ്കിൽ ആർക്ക് അതേ ലൈനിൻ്റെ അടിഭാഗം വരെ എത്താവും. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലൈനിൻ്റെ അടിഭാഗം വരെ എത്തണം. ശരി, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഞാൻ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലർ ഇതുവരെ പോവും? ഓപ്പോസിറ്റ് സൈഡിലുള്ള ലൈനിൻ്റെ അടിഭാഗം വരെ. എന്ന് പറഞ്ഞാൽ എലിവേഷൻ വന്ന് തുടങ്ങിയത് പ്ലാനിൻ്റെ അടിഭാഗം വരെ എത്തി. ഇനിയോ? ഇനി ഇപ്പോൾ ഇവിടെ ചെന്ന് മുട്ടിയില്ലേ? ഈ ഒരു അളവ് സിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ അളവ് കോമ്പസിലെടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. സി എന്ന പോയിന്റിൽ കോമ്പസിൻ്റെ നീഡിൽ വെച്ച് ഈ ഒരു പോയിന്റിൽ പെൻസിലും വെച്ച് ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് ഈ ലോക്കസിൽ എവിടെ മുട്ടുന്നു നോക്കുക. ആ മുട്ടുന്ന പോയിന്റിലാണ് നമുക്ക് പ്ലാനിൻ്റെ എൻഡ് വരിക. സോ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ? അവിടെ നമുക്ക് D എന്ന് മാർക്ക് ചെയ്യാം. അതിലേക്ക് ലൈൻ വരയ്ക്കുക. സോ CD എന്ന് പറയുന്ന പ്ലാന് കിട്ടി. ഇനി ഇതേപോലെ മുകൾ ഭാഗത്ത് എലിവേഷൻ കിട്ടണം. ആ എലിവേഷൻ കിട്ടാൻ രണ്ട് മാർഗമുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ വേണമെങ്കിൽ ചെയ്യാം. ട്രൂ ലെങ്ത്തിൽ നിന്ന് ആദ്യം പെർപെൻഡിക്കുലർ വരച്ച് പിന്നെ ആർക്ക് വരച്ചില്ലേ, അതേ പണി വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ചെയ്യാം. ഈ താഴെ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്തിൽ നിന്ന് ആദ്യം ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഏതുവരെ? ഓപ്പോസിറ്റ് സൈഡിലുള്ള ലൈനിൻ്റെ അടിഭാഗം വരെ. എന്നിട്ടൊരു ആർക്ക് വരയ്ക്കാം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താണെന്നറിയോ? ഈ CD എന്ന് പറയുന്ന പ്ലാൻ ഉണ്ടല്ലോ, അതിൻ്റെ ഈ എൻഡ് പോയിന്റിൽ നിന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. കാരണം പ്ലാനിൻ്റെയും എലിവേഷൻ്റെയും എൻഡുകൾ എപ്പോഴും ഒരേ വെർട്ടിക്കൽ ലൈനിലാണ് കിടക്കുക. സോ ഒരു ലൈനിങ് വരയ്ക്കുക.
ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടിയില്ലേ, ഈ പോയിൻറ്റിലേക്കായിരിക്കും എന്ത് വരിക, ഇവിടുത്തെ എലിവേഷൻ വരിക. അത് തിക്ക് ലൈനിൽ വരയ്ക്കുക. സോ സി ഡാഷ് ഡി ഡാഷ്. ഇനി ഇതേ ഡി ഡാഷ് മറ്റൊരു രൂപത്തിൽ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയായിരുന്നു? ഈ ഒരു D1-ൽ നിന്ന് ആദ്യം പെർപെൻഡിക്കുലർ വരയ്ക്കുക, ആ പെർപെൻഡിക്കുലർ ഈ ഓപ്പോസിറ്റ് സൈഡിലെ ലൈൻ്റെ അടിഭാഗം വരെ വരയ്ക്കുക, എന്നിട്ട് ഇവിടുന്ന് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഈ ആർക്കും ഇതും ഒരേ പോയിന്റിൽ തന്നെയാണ് മീറ്റ് ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ ആ രൂപത്തിലും നിങ്ങൾക്ക് ചെയ്യാം, രണ്ട് രൂപത്തിലും ചെയ്യാം. ഇതാണ് ഏറ്റവും എളുപ്പമാർഗ്ഗം. പ്ലാനോ എലിവേഷനോ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൽ നിന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എപ്പോഴും ഈ സി ഡി എന്ന് പറയുന്ന ഈ പ്ലാനും സി ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്ന എലിവേഷനും അതിൻ്റെ രണ്ടിൻ്റെയും എൻഡ് പോയിൻറ്റുകൾ ഒരേ ലൈനിലാണ്, ഒരേ പെർപെൻഡിക്കുലറാണ് കിടക്കുക. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഒരേ പെർപെൻഡിക്കുലർ തന്നെയാണ് കിടക്കുക. അപ്പോൾ അത് ട്രൂ ലെങ്ത്തിന് അത് ബാധകമല്ല കേട്ടോ. ട്രൂ ലെങ്ത്തിൻ്റെ എൻഡുകൾ ഒരേ ലൈനിലല്ല കിടക്കുക. ഈ എലിവേഷൻ്റെയും പ്ലാനിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഒരേ പെർപെൻഡിക്കുലറിൽ ആയിരിക്കും, എൻഡ് പോയിൻറ്റും ഒരേ പെർപെൻഡിക്കുലറിൽ ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ ആംഗിൾ കാണണം, ലെങ്ത്ത് കാണണം, ട്രേസ് കാണണം. ആംഗിളും ലെങ്ത്തും ഒക്കെ നേരെ എടുത്ത് എഴുതാനേ ഉള്ളൂ. ട്രേസ് നമുക്ക് കാണാം. എങ്ങനെയാണ് ട്രേസ് കാണുക? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, സി ഡാഷ് ഡി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ അത് എക്സ് വൈ ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് എച്ച് ഡാഷ് കൊടുക്കുക. അപ്പോൾ സി ഡാഷ് ഡി ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന പോയിൻ്റ് എച്ച് ഡാഷ്, അവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക, അതിലേക്ക് സി ഡിയെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. സി ഡാഷ് ഡി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അത് എക്സ് വൈ ആക്സിസിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് എച്ച് ഡാഷ് എന്ന് കൊടുക്കുക, അതിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലറിലേക്ക് ഈ പ്ലാനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ട്രൂ ലെങ്ത് എടുക്കരുത്, പ്ലാനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് എച്ച് ടി. ഇനി എങ്ങനെയാണ് വി ടി കിട്ടുക? വി ടി കിട്ടാൻ സി ഡിയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അത് എക്സ് വൈ ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് വി എന്ന് മാർക്ക് ചെയ്യുക, അവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക, അതിലേക്ക് സി ഡാഷ് ഡി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ സി ഡിയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അത് എക്സ് വൈ ആക്സിൽ മുട്ടുന്ന സ്ഥലം അത് ഓൾറെഡി ഇവിടെ മുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വി. ആ വിയിലൂടെ എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ വരക്കണം. ആ പെർപെൻഡിക്കുലറിലേക്ക് സി ഡാഷ് ഡി ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ ചെന്ന് മുട്ടിയിട്ടുണ്ട്, അതാണ് വി ടി. അപ്പോൾ നമുക്ക് എച്ച് ടിയും കിട്ടി, വി ടിയും കിട്ടി, രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടുള്ളൂ? ഇനി ഡയമെൻഷനിങ് നടത്തണം, അതേപോലെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതണം. 30 ഡിഗ്രിയാണ് തീറ്റ. ഏതാ ഈ 30 ഡിഗ്രി? ഈ കാണുന്ന ട്രൂ ലെങ്ത്തിൻ്റെ ഇൻക്ലിനേഷൻ അല്ലേ. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. പിന്നെ ഫൈ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. അതേതാണ്? പ്ലാനിൽ ഇവിടെ ഈ ആംഗിൾ ഫൈ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഇനി അതിൻ്റെ ലെങ്ത്ത് തന്നിട്ടില്ലേ? ട്രൂ ലെങ്ത്ത് 80 mm തന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രൂ ലെങ്ത്ത് 80 mm നമുക്കിവിടെ കാണിക്കാം. ട്രൂ ലെങ്ത്ത് 80 mm പല രൂപത്തിലും കാണിക്കാം. നമുക്കിവിടെ ഈ ലൈനിന് രണ്ട് പെർപെൻഡിക്കുലർ വരച്ചിട്ട് $80 എന്നെഴുതുക. അത് ഈ ഭാഗത്തും ഇതും സെയിം 80 തന്നെ ആയിരിക്കും. ഒരു ഭാഗത്ത് മാർക്ക് ചെയ്താലും മതി. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൂ ലെങ്ത് എന്ന് കാണിക്കാൻ TL എന്ന് കൊടുക്കാം. ഈ ആംഗിൾ ആൽഫ ആൻഡ് ദിസ് ആംഗിൾ ബീറ്റ. ആൽഫ എത്രയാണ്? അത് അളന്ന് നോക്കുക. എനിക്കിവിടെ അറൗണ്ട് 45 ഡിഗ്രിയാണ് കിട്ടിയത്. സോ ആൽഫ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി and beta around 53 degree. So beta 53 degree. ഇനി ഡയമെൻഷനിങ് ബാക്കിയുള്ളത് എന്തൊക്കെയാണ് തന്നിരിക്കുന്ന അളവുകളിൽ? സി ഡാഷിലേക്കുള്ള അകലം 15 mm, അതേപോലെ സിയിലേക്കുള്ള ഈ അകലം 10 mm അല്ലേ. 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി അല്ലേ, 15 mm എബോ എച്ച് പിയും. അപ്പോൾ അതൊന്നു ഇപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എലിവേഷൻ്റെയും പ്ലാനിൻ്റെയും ലെങ്ത്ത് എടുത്തെഴുതുക.
എലിവേഷൻ ഇവിടെ എനിക്ക് കിട്ടിയത് 60 ആണ്. സോ സി ഡാഷ് ഡി ഡാഷ് 60, സി ഡാഷ് ഡി ഡാഷ് 60 mm. സി ഡി പ്ലാന് 70 or 71, സേ 71, സി ഡി 71. ഇതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ 71 ഉള്ളത് 69, 70, 71, 72 ആ ഒരു റേഞ്ചിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവരുതെന്ന് മാത്രം. സോ ഈ പ്രോബ്ലത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് അടുത്തൊരു പ്രോബ്ലം അടുത്ത വീഡിയോയിൽ ചെയ്യാം.